കിയ ഇന്ത്യ അവരുടെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തെ കൂടി വാഹന വിപണിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതാണ് കിയ സിറോസ്. നമ്മൾ സൈറോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ സിറോസ് എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കിയ പുതുതായിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രണ്ട് കാര്യങ്ങൾ ഇതുവരെ കിയ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടില്ല. അതിൽ ഒന്നാമത്തെ കാര്യം പ്രൈസാണ്, രണ്ടാമത്തെ കാര്യം മൈലേജ് ആണ്. അതുകൊണ്ട് ആ ഒരു കമൻറ്റ് ഇടേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞതാണ്. ലുക്ക് വൈസ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുറഞ്ഞ ഒരു ബോണറ്റ് സൈസുള്ള ഒരു വാഹനം ഈ ഒരു മോഡൽ നമ്മൾ കുറേ വാഹനത്തിന് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതൊരു 4 മീറ്റർ സെഗ്മെൻറ്റിന് താഴെയാണ് 3995 മില്ലിമീറ്ററാണ് വരുന്നത്. അത് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാം. ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് അഡാസ് വന്നിട്ടുണ്ട്. ലെവൽ 2 ആണ്. 16 ഫീച്ചറുകളുള്ള അഡാസ് ലെവൽ 2 ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ക്യാമറ കാണാം, 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ നല്ല രസമുണ്ടല്ലോ. വെന്റിലേഷൻ കുറച്ചും കൂടി ഒരു EV ലുക്ക് ഫ്രണ്ട് ഭാഗം കൊടുക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഭാഗം മൊത്തം ക്ലോസ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എയർ ഡാം യൂണിറ്റ് കാണാം. അതിനകത്തൊരു ക്രോം ടച്ചൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഹെഡ് ലാമ്പ് ഈ ഒരു ഭാഗത്തേക്കാണ് കൊടുത്തത്. ശരിക്കും ഇത് സൈഡിലാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ തോന്നലുണ്ടായിരുന്നു, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തട്ടുന്ന ഭാഗം ഒരു പക്ഷേ ഈ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അത് ഹെഡ് ലാമ്പിനെ ബാധിക്കുമോ എന്നുള്ളത് അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ തട്ടിച്ചു നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് സംസാരിക്കാൻ തോന്നുന്നു. 3 ചേമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ തട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ DR ഇങ്ങനെ വെർട്ടിക്കൽ സൈസിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു എലമെൻറ്റ് നല്ല രസമുണ്ട്. പ്ലാസ്റ്റിക് ആണ്. ഇത് ബോഡി പാർട്ട് സ്റ്റീലും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം. ഇത് ശരിക്കും ഒരു കണക്റ്റിംഗ് ലാമ്പിനൊക്കെ എവിടേക്കും അനുസ്മരിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. പുതിയ കീയുടെ ലോഗോ, അതുപോലെ തന്നെ ബോണറ്റിനകത്തും ഒരു ഡിസൈൻ കാണാം. ഇത് എനിക്ക് തോന്നുന്ന ആക്സറീസിൻ്റെ ഭാഗമാണെന്ന് തോന്നണം കേട്ടോ. കാരണം ഈ വണ്ടിയിൽ കുറച്ചധികം ആക്സറീസ് ഉണ്ട്. അത് ഞാൻ ഉള്ളിലേക്ക് വരുമ്പോൾ പറയാം. അതുപോലെ ഇതാണ് ബോണറ്റ് സൈസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ചെറിയൊരു ബോണറ്റ് സൈസ് ആണെന്നുള്ളതാണ്. വൈപ്പർ യൂണിറ്റ് കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു ഡാഷ് ക്യാം വരുന്നുണ്ട്. അതുപോലെ ഇതാ ക്യാമറ യൂണിറ്റും വന്നിട്ടുണ്ട്. ഇത് റഡാറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും റഡാറും വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സൈഡിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3995 മില്ലിമീറ്ററാണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അതുപോലെ വീലുകൾ ഡ്യുവൽ പാറ്റേണിനകത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 17 ഇഞ്ച് വീലുകളാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു പ്ലാസ്റ്റിക് എലമെൻ്റാണ്, പക്ഷേ ഇതൊരു സ്ക്വയറിഷ് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഹെഡ് ലാമ്പ് നമുക്ക് സൈഡിലേക്കും കൂടി ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബോഡി ഫിനിഷൊക്കെ നല്ല രസമാണ് കേട്ടോ. കുറച്ചും കൂടി ക്യാരക്ടർ ലൈനുകൾ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഒഴുക്കൻ സ്റ്റൈലൊക്കെ കൊടുത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്, അകത്തേക്ക് പോകുന്ന പോലത്തിലാണ്. ഇത് ആക്സറീസ് ആണ്. അതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് ആക്സറീസ് ആയിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുക. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പില്ലർ സൈഡും ബോഡി കളർ കൊടുത്ത് അതിങ്ങനെ കയറി നിൽക്കുന്നത്, ഇതൊക്കെ ശരിക്കും ഭയങ്കര യൂണീക്ക് ആയിട്ട് തോന്നി. നമ്മളങ്ങനെ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത, അതായത് മൊത്തം ഒറ്റ യൂണിറ്റ് പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ഇൻഡിക്കേറ്ററും 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം പിയാനോ ബ്ലാക്ക് ആയിട്ടാണ്. റൂഫ് റെയിലും ആണ് കേട്ടോ. വെയിറ്റ് താങ്ങാവുന്ന തരത്തിലുള്ള റൂഫ് റെയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിടിച്ചു നിൽക്കുമ്പോൾ വണ്ടി ഒന്നൊക്കെ കുലുങ്ങുന്നൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാം. അതുപോലെ ഡോറിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ നിൽക്കുന്നത്. നൈസ് സൗണ്ടൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വീലുകളും കാര്യങ്ങളൊക്കെ കാണാം. ബാക്കിലേക്ക് വരുമ്പോഴും ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി സ്ക്വയറിഷ് ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. ഒരു ബോക്സി സ്റ്റൈൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ടൈൽ ലാമ്പും ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നമുക്ക് കാണാം. ഇത് ലാമ്പും ഈ ഒരു ഭാഗത്ത് ഇല്ലാന്നാണ് തോന്നുന്നത്. ഇത് ജസ്റ്റ് ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ്. സെൻസറുകൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരാം. ഇവിടുത്തെ സ്പോയിലർ നല്ല ഭംഗിയായിട്ടല്ലേ. 2 പാറ്റേണിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബോഡി കളറും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റും. ഇത് ഓപ്പൺ ആണെന്ന് നമുക്ക് വിചാരിക്കും, പക്ഷേ ഓപ്പൺ അല്ല, ക്ലോസ്ഡാണ്. ഹൈബോർഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡിഫോഗർ ലൈൻസ്, അതുപോലെ തന്നെ വൈപ്പർ ഓട്ടോ എന്ന് പറയുന്ന അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കൊടുത്തേക്കണം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ എലമെൻറ്റ് ഈ ഒരു ഭാഗത്തും കാണാം. ടൈൽ ലാമ്പ് നല്ല ഭംഗിയുണ്ടല്ലേ. ലൈൻസ് പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയ കുഞ്ഞ് ഡിസൈൻസ് ഒക്കെ കാണാം. പാർക്കിംഗ് സെൻസർ. എക്സോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഡിസൈൻ, അത് കുറച്ചും കൂടി ഫേക്കാന്ന് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ കൊടുത്തേക്കുന്നത്. റിയൽ എക്സോസ്റ്റ് പോലെയല്ല. എക്സോസ്റ്റ് പൈപ്പ് താഴത്ത് കാണാം. അണ്ടർ ബോഡിയൊക്കെ നോക്കിയാൽ നീറ്റായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രോം എലമെൻ്റൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ സിറോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്. ഇത് ശരിക്കും കിയൻ്റെ സെയിം ലെറ്ററിങ് പോലെ തന്നെയാണ് കൊടുത്തുള്ളത്. നൈസ്. നമ്മൾ ഇവിടെ നോക്കാം. ഓ, ഇത് ലാമ്പ് ആയിരിക്കുമോ? ലാമ്പാണ്. യെസ്, ഇത് ലാമ്പാട്ടോ മുകൾ ഭാഗത്ത്. അത് നൈസ്. മൊത്തത്തിൽ ഒരു ആ ബോക്സിനെസ് ശരിക്കും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. 465 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അതും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ പാർസൽ ട്രേ നോക്കിയാൽ ഇത് ആക്സറീസ് ആണ്. പാർസൽ ട്രേ വളരെ ചെറുതായിട്ട് തോന്നി. ഇത്രയേ ഉള്ളൂ പാർസൽ ട്രേ. ഇവിടെ സ്പേസ് ആണ് കേട്ടോ. പതി കുടിക്കണം. ഹലോ കൈയൊക്കെ ഇട്ടിട്ട്. അതുപോലെ ഇത് നോക്കിയാൽ ഇത് രസമായിട്ട് തോന്നിയിട്ടാ ഈ ഒരു ക്രോം. കാരണം നമ്മൾ ഇതിനകത്ത് സാധനമൊക്കെ വെക്കുന്ന സമയത്ത് വര വീകാതിരിക്കാനും കുറച്ചുകൂടി സേഫ് ആവാനും അത് സഹായിക്കും. ഇൻട്രസ്റ്റിംഗ്. ബാക്കിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നൈസ്. അപ്പോൾ ഇതിലാണ് എക്സ്റ്റീരിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റീരിയർ ഒന്ന് നോക്കാം.
ഇനി നമ്മളെ ഇന്റീരിയറിലേക്ക് വരികയാണ്. ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഹൈലൈറ്റുകൾ വരാനുണ്ട്. റിയറിലെ സീറ്റിൽ AC വെന്റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ക്യാമറയിലെ ഡാഷ് ക്യാം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇന്റീരിയറിനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു മോഡേൺ ലുക്ക് ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോർ സൈഡിലേക്ക് വരാം. ഈ ഒരു ഭാഗത്ത് ഒരു ലെതർ ടച്ചാണ്, ഇത് ലെതർ ടച്ചാണ്. പവർ വിൻഡോ കൺട്രോൾ, അതുപോലെ തന്നെ മിററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. താഴ്ഭാഗത്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് കാണാം, ഹാർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാം, സിറോസ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പവേർഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളാണ് ക്രമീകരിച്ചുള്ളത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലിയാണ് കൊടുത്തുള്ളത്. ലെതർ സീറ്റുകളാണ്, വെന്റിലേറ്റഡ് സീറ്റാണെന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് കേട്ടോ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം ഓട്ടോമാറ്റിക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റീൽ പെഡൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് കൂടി പറയാം. കയറിയിരിക്കുന്ന സമയത്ത് ഒരു സ്ക്വയറിഷ് ടൈപ്പാണ്, എന്നാലും റൗണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി മോഡേൺ ലുക്ക് കൊടുക്കുന്നുണ്ട്. ലെതർ റാപ്പിഡാണ്. അതുപോലെ തന്നെ കൺട്രോൾസ് ഒക്കെ നമുക്കിവിടെ കാണാം. അഡാസ് ഫീച്ചേഴ്സിൻ്റെ കൺട്രോളുകൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഡ്രൈവ് മോഡ് സെലക്ടർ, ട്രാക്ഷൻ മോഡ്, പാഡിൽ ഷിഫ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല. ഭയങ്കര റിച്ചാണ് ഈ ഫീച്ചർ വൈസ്. ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഈ മെറ്റീരിയൽ ശരിക്കും പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പ്ലാസ്റ്റിക് അത് തോന്നാത്ത തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഇതൊരു പിയാനോ ബ്ലാക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ പോലത്തെ വേറെ കളറിലുള്ള ഒരു മെറ്റീരിയൽ, അതും ഇതേപോലെ അതും ഒരു പിയാനോ ആഷ് കളർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് ഈ ടച്ച് ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. നൈസ്, ലുക്ക് വൈസ് നൈസാണ്. ഹാർമൻ കാർഡിന്റെ 12 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ 13 ഇഞ്ച് വലിയ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും, അതിനകത്ത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. ടച്ചാണ്, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നമുക്ക് ഇവിടെ കാണാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ഷൻ ബട്ടണൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഓട്ടോ ബട്ടൺ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് ബട്ടണൊക്കെ നമുക്കിവിടെ കാണാം. നൈസ്. ഫാൻ്റെ സ്പീഡ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ, ഇതൊക്കെ ഒരു ക്വാളിറ്റി ഫീൽ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയിൽ അങ്ങനെ. പിന്നെ മൾട്ടിപർപ്പസ്, നമ്മളിപ്പോൾ ലാസ്റ്റ് പല കീൻ്റെ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ മൾട്ടിപർപ്പസ് ബട്ടണുകളാണ്. ഈ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഒന്ന് ചാർജറായിട്ട് വർക്ക് ചെയ്യും, ഒന്ന് USB ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ തന്നെ ഒരു C-ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ചാർജിങ് പോക്കറ്റ് ഇവിടെ കാണാം. ഒരു വയർലെസ് പാഡും നമുക്കിവിടെ കാണാം ഫോൺ ചാർജ് ചെയ്യാൻ. അതൊരു പ്രത്യേക എലമെൻറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്, സാധാരണ കണ്ടിട്ടുള്ള പോലത്തെ ഒരു മെറ്റീരിയൽ അല്ല. ഇങ്ങോട്ട് വരാം. ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കിനകത്ത്, CVT-ക്കകത്ത്, മാനുവലിനകത്ത്, അങ്ങനെ 3 ഓപ്ഷനുകളിലായിട്ട് അവൈലബിൾ ഉണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി കപ്പ് ഹോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം, കപ്പ് ഹോൾഡർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ മൊത്തം സ്റ്റോറേജ് സ്പേസ് ആവും. ഉണ്ടോ, ഇതും ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ചെയ്ത് വെക്കാൻ പറ്റും. യെസ്, ഉണ്ടോ, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയി. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. ഈ കാണുന്നത് ഇൻവോൾവ് 1 ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നല്ലൊരു സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻവോൾവ് 1 ഉപയോഗിക്കാം. വാഹനത്തിനകത്ത് നല്ല സ്മെല്ല് കുറച്ചുകൂടി മാന്യമായിട്ട് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് 1. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഒരുപാട് ആൾക്കാർ വാങ്ങി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിച്ച് നോക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറയാം. അതും നമുക്ക് ഇതേപോലെ കപ്പ് ഹോൾഡറിനകത്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ ആംബ്രസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ലെതർ റാപ്പിഡാണ്. അതുപോലെ താഴെ സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇങ്ങോട്ട് വരാം. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡാഷ് ക്യാമും കൂടി വരുന്നുണ്ട്, ഡ്യുവൽ ക്യാമറ വരുന്ന സൺഗ്ലാസ് ഹോൾഡർ കാണാം. അതുപോലെ ലാമ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ നോക്കിയിട്ട് പിന്നെ ഇതാ ഒരു പാനറമിക് സൺറൂഫും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അടിപൊളി അല്ലേ, ശരിക്കും ഭയങ്കര ഫീച്ചർ റിച്ച് എന്നുള്ള രൂപത്തിൽ തന്നെ എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് റിയർ സീറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്തില്ലേ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്ക് സീറ്റ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും നല്ല ലെഗ് റൂം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 10 വിരൽ ഗ്യാപ്പ്, ശരിക്കും ഒരു സബ് 4 മീറ്റർ വാഹനത്തിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ലെഗ് റൂം. അതുപോലെ തന്നെ നല്ല ഹെഡ് റൂം, ഇവിടെ ശരിക്കും ഒരു 8 വിരലിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഹെഡ് റൂം വരുന്നുണ്ട്. ഈ ഒരു സൺറൂഫ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7-6 വിരലൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ആക്സറീസിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. സീറ്റ് നോക്കിയാൽ അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ എനിക്ക് നല്ല ടോളായിട്ട് പോലും എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ലെതറിൽ കൊടുത്തിട്ടുണ്ട്. ഇതും ലെതർ തന്നെയാണ്, സോഫ്റ്റ് ലെതർ മെറ്റീരിയൽ. ബാക്കിലത്തെ സീറ്റും വെന്റിലേറ്റഡ് ആണ് എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് പറയാനുണ്ട്. അതായത് ഈ സീറ്റ് വെന്റിലേറ്റഡ് ആണ്. പക്ഷേ അത് ചില ചിത്രത്തിൽ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇവിടെ മാത്രമേ വെന്റിലേഷൻ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. വേറൊരു ഹൈലൈറ്റും കൂടി ഇതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് അവിടെ മുകളിലാണ് കൊടുത്തേക്കണത് കേട്ടോ. ഇത്രയും നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതും നെക്സ്റ്റ് ലെവൽ കാര്യമായിട്ട് എനിക്ക് തോന്നി റിയറിൻ്റെ കേസിൽ കേട്ടോ. സൂപ്പർ, അമേസിങ്, ഒന്നും പറയാനില്ല. പിന്നെ ഇതാ ഇവിടെ ഇത് ഷെയ്ഡ്, ഇപ്പം സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു ഷെയ്ഡിന് അത്ര പർപ്പസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഈ ഒരു മെറ്റീരിയലൊക്കെ നോക്കിയാൽ നല്ല രസം. ഹാർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാം. ഇപ്പോൾ ഈ ഒരു ഹാർമൻ കാർഡിലേക്ക് എല്ലാവരും ഏറെക്കുറെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ താഴെ, ഇതൊക്കെ എനിക്കൊരു ആക്സറീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഇതേപോലെ വരുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം,
AC വെൻറ്റ്, പിന്നെ അതവിടെ നമുക്കൊരു പോക്കറ്റ് കാണാം, സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ തന്നെ 2 C-ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ നോക്കിയാൽ ക്ലൈമറ്റ് കൺട്രോൾ എനിക്ക് ക്ലൈമറ്റ് കൺട്രോൾ തന്നെയാണ്. അതിൻ്റെ ഒരു സ്മാർട്ട് പ്യുവർ എയർ ഫിൽട്രേഷനും അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ആംബ്രസ്റ്റ്, അതിനകത്തും കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് ആക്സറീസാണ്. ഈ ഒരു പില്ലോ, അല്ലാതെ തന്നെ നമുക്ക് 2 ഹെഡ് റെസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ്. ശരിക്കും നമ്മൾ നേരത്തെ ബൂട്ട് കണ്ട സമയത്ത് ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്യാപ്പ് അവർ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പം ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പം ഈ സീറ്റ് ബാക്കിലേക്ക് ആയതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ഫില്ലായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. റിയർ സീറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ എഞ്ചിൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് എഞ്ചിനാണുള്ളത്. ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. ഡീസൽ എഞ്ചിനിൽ സ്റ്റിൽ ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഹൈഡ്രോളിക് സ്ട്രട്ടോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഇവിടെ ഇൻസ്റ്റലേഷനും മിസ്സിംഗ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിനകത്ത് 3 ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ടർബോ പെട്രോളിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ള കാര്യം എന്നെ സംബന്ധിച്ചോളം ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്തേക്ക് വരുന്ന സമയത്ത് 7 സ്പീഡ് DCT ആണ് കേട്ടോ വരുന്നത്. പിന്നെ 120 PS 116 Nm ടോർക്കുമാണ് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 1.5ലേക്ക് വരുന്ന സമയത്ത് 116 PS പവറും 250 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇൻട്രോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈലേജിനെ കുറിച്ച് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു എഞ്ചിൻ ഇതിൻ്റെ കോമ്പിനേഷൻ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു സൈസും അതുപോലെ തന്നെ ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിനും ഒക്കെ വരുന്ന സമയത്ത് ഡ്രൈവിംഗ് നല്ല അടിപൊളിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കിയ സിറോസ്. സൈറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. സൈറോസ് എന്നും പറയാം. ഏതായാലും സിറോസ് എന്നാണ് ഇവർ അവിടെ നിന്ന് വന്ന ആൾക്കാരൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേരെന്നെ യൂസ് ചെയ്തത് എന്നുള്ളതാണ്. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. എക്സ്റ്റീരിയർ കാണുമ്പോൾ, ഇൻറ്റീരിയർ കാണുമ്പോൾ കിയ എത്രമാത്രം അടിപൊളിയാക്കിയിട്ടുണ്ട്, ഇന്ത്യൻ വാഹന വിപണിയിൽ എത്രമാത്രം സക്സസ് ആവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് കിയ സിറോസ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വളരെ പെട്ടെന്ന് ക്യുക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.